നമ്മൾ വേർഡ് പ്രസ്സിൽ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻലി എപ്പോഴും ആവശ്യം വരുന്ന ഒരു ടൂളാണ് ചില ഡ്യൂപ്ലിക്കേഷൻ ടൂൾ. നമ്മളൊരു പേജോ അതേപോലെ ബ്ലോഗ് പോസ്റ്റോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്കത് നെക്സ്റ്റ് അതേ സെയിം ഡിസൈൻ തന്നെ വേണമെങ്കിൽ നമുക്ക് ആ പേജ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ബൈ ഡീഫോൾട്ട് ആയിട്ട് വേർഡ് പ്രസ്സിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്കൊരു അഡീഷണൽ പ്ലഗിന്റെ സഹായത്തോടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡ്യൂപ്ലിക്കേഷൻ ഫംഗ്ഷനാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലാൻഡിംഗ് പേജ് എന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ എടുത്തതാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു പേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഇപ്പൊ പേജ് സെക്ഷനിൽ പോയാൽ പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു പേജ് ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ഇത് ഒന്നുകൂടി പുതിയ പേജ് ആയിട്ട് ആഡ് ന്യൂ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ബൈ ഡീഫോൾട്ട് ഉള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു സെയിം പേജിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് പിന്നെ കോണ്ടന്റ് മാത്രം മാറ്റി പുതിയൊരു പേജ് ആക്കി മാറ്റാമെന്നത് നോക്കാം. അതിന് നമുക്ക് ആദ്യം പ്ലഗിൻ സെക്ഷനിലേക്ക് പോവാം. നമുക്കൊരു പ്ലഗിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ജസ്റ്റ് ഗോ ടു ദ പ്ലഗിൻ സെക്ഷൻ ആൻഡ് ക്ലിക്ക് ഓൺ ആഡ് ന്യൂ ആൻഡ് സെർച്ച് ഫോർ യോസ്റ്റ്. സോ യോസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആ പ്ലഗിൻ വരും. അത് യോസ്റ്റ് എന്നല്ല, യോസ്റ്റ് ഒരു SEO പ്ലഗിൻ ആണ്. അവരുടെ സെയിം പാരന്റ് തന്നെയാണ് ഇത്. യോസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് പോസ്റ്റ്, ഇതാണ് ആ പ്ലഗിൻ വരുന്നത്. ജസ്റ്റ് ക്ലിക്ക് ഇൻസ്റ്റാൾ നൗ. ഓക്കെ, വൺസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ജസ്റ്റ് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പേജസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ കാണാം, ക്ലോൺ എന്നുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഐക്കൺ ഷൈൻ 2 ഫോർ എക്സാമ്പിൾ ഇതൊരു ഡെമോ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇതിലിപ്പോൾ ക്ലോൺ ഞെക്കി കഴിഞ്ഞാൽ ക്ലോൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ക്ലോൺ എന്ന് പറഞ്ഞാൽ ആ പേജിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അതാണ് ക്ലോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐക്കൺ ഷൈൻ 2 ഇപ്പൊ നമ്മൾ ക്ലോൺ ചെയ്ത് ഇത് ഡയറക്റ്റ്ലി പബ്ലിഷ് ആവില്ല, നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ക്വിക്ക് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പേജ് ഐക്കൺ ഷൈൻ 333 ഐ എം ഗിവിംഗ് ജസ്റ്റ് എ റാൻഡം നെയിം ആൻഡ് ഇവിടെ സ്റ്റാറ്റസിൽ വന്ന് ജസ്റ്റ് പബ്ലിഷ്ഡ് കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഒരു പുതിയ പേജ് ആയി. ഓക്കെ, സെയിം ഡിസൈൻ ലൈക്ക് ദ പേജ് വിച്ച് വി ഹാവ് ഡ്യൂപ്ലിക്കേറ്റഡ്. സോ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി ഐക്കൺ ഷൈൻ 333 ഈ ഒരു പേജ് എന്തായി, നമുക്കൊരു പുതിയ പേജ് ആയിട്ട് ക്രിയേറ്റ് ആയി. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനി ഡിസൈൻ ചെയ്യേണ്ട, പഴയ പേജിന്റെ അതേ സെയിം ഡിസൈൻ സെയിം സ്ട്രക്ചർ എല്ലാം നമുക്ക് വന്ന് ഇനിയിപ്പോ നമുക്ക് എന്തായി ഇവിടുന്ന് കണ്ടന്റ് അതേപോലെ ഇമേജസ് മാറ്റി കഴിഞ്ഞാൽ എന്തായി ഒരു സെപ്പറേറ്റ് പേജ് ആയി. ഇത് എപ്പോഴാണ് നമുക്ക് യൂസ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SEO ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ പേജസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു മെത്തഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ വർക്ക് ഇതിൽ നിന്ന് കുറഞ്ഞു കിട്ടും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹോപ്പ് ഇറ്റ് ഹെൽപ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.